ഞാനൊരു നാടിനോട് മാപ്പ് പറയുകയാണ് ആദ്യം. നന്മകൾ പൂക്കുന്ന ഒരു നാടിനോട്. ഒരുപക്ഷെ ഞാനൊരു ഒരു നാടിനോട് മാപ്പ് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിരിക്കാം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ ജനകീയമായ ഈ കൂട്ടായ്മയുടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ സന്തോഷത്തിൽ ഒരു കണ്ണിയാവാൻ ആഗ്രഹിച്ച ആളാണ് ഞാൻ. പക്ഷേ വയ്യാതെ കിടന്നുപോയി. അസുഖങ്ങളും ആപത്തുകളും നമ്മൾ ഉദ്ദേശിക്കുന്ന നേരത്തിലല്ലോ വരിക. അതുകൊണ്ട് എനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്തെത്താൻ കണ്ണൂരിലെത്താൻ പറ്റാത്തത് കൊണ്ട് മാത്രം, പക്ഷേ ഞാൻ അവിടെ ഉണ്ട് നിങ്ങളോടൊപ്പം. 15 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉദയ കലാസമിതി, അതിൻ്റെ 55 വർഷം ഒരു കലാസമിതിക്ക് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ എന്തോരം കലാകാരന്മാർ ഇന്നും അത് നിലനിൽക്കുന്നു. ഷിജു എന്നെ വിളിച്ചപ്പോൾ ഷിജുവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ വരും മോനെ എന്ന് പറഞ്ഞു. എനിക്കിതൊക്കെയാണ് ഇഷ്ടം. വെറുമൊരു സിനിമാക്കാരനായിട്ട് ഈ നമ്മൾ പറയാറുണ്ട്, കൊള്ളക്കാരെന്നൊക്കെ പറയുന്ന പോലെയാണ് പലപ്പോഴും സിനിമക്കാർ. അങ്ങനൊരു കാരനല്ല ഞാൻ. എനിക്ക് സാമൂഹികമായ ചില ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ട്. അത് ഒരുപക്ഷെ എൻ്റെ ചില സിനിമകളിലൂടെ എനിക്ക് പറയാനും പറ്റിയിട്ടുണ്ടാവും. ഈ സിനിമ എഴുതിയ മനീഷിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിൻ്റെ തൂലിക സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നും ഉപയോഗിക്കുക. അതിനുവേണ്ടി അക്ഷരങ്ങൾ കൂട്ടിയത്. അക്ഷരങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം ഒരാൾ എഴുത്തുകാരനാവില്ല. ആശയങ്ങൾ വേണം. ആദ്യം നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ വേണം. ആ ആശയത്തെ, അതിനൊരു ലക്ഷ്യം വേണം. എന്നിട്ട് മതി കഥ, അതിനുശേഷം മതി തിരക്കഥ, പിന്നെ ആവശ്യമുള്ള സംഭാഷണങ്ങൾ. അപ്പം അതിനൊക്കെയുള്ള ഭാഗ്യം എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ. ഷിജുവിനോട് ഒരിക്കൽ കൂടി, ഈ നാടിനോടും ഒരിക്കൽ കൂടി ഞാൻ മാപ്പ് പറയണം, എത്താൻ പറ്റാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ വരാതിരുന്നതിൻ്റെ കാര്യം എനിക്ക് വയ്യാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ എത്ര ദൂരവും യാത്ര ചെയ്ത് ഞാൻ എത്തുമായിരുന്നു. പക്ഷേ ഈ കൂട്ടായ്മ, ഷിജു എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ 11 പേരുടെ ഒരു കൂട്ടായ്മ, പിന്നെ ഒരു ഗ്രാമത്തിൻ്റെ മൊത്തം കൂട്ടായ്മ എന്ന് പറഞ്ഞു. ഇത് നിലനിന്നാൽ നമ്മുടെ ലോകം നന്നാവും. നമുക്ക് സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാം. നമുക്കെന്തിനാണ്, നമുക്ക് ജാതി പറയണ്ട, രാഷ്ട്രീയം പറയണ്ട, ഒന്നും പറയണ്ട. നമുക്ക് കലയെക്കുറിച്ച് സംസാരിക്കാം, നമുക്ക് സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ സ്നേഹം പ്രചരിപ്പിക്കണമെങ്കിൽ കലാകാരന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹം പ്രചരിപ്പിക്കുന്ന കലാകാരന്മാരായിട്ട് നിങ്ങളെന്നും, അത് കുറേ പണമുണ്ടാക്കാനും കുറേ ജീവിത സൗകര്യങ്ങൾക്കും വേണ്ടി ആവരുത്. ആവാതെ നോക്കണം. ഒരുപാട് കുഴികളുണ്ട്. ഇനി ആദ്യത്തെ സിനിമയാണത്. ഷിജുവിനോടും മനീഷിനോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളത്തെ വലിയ സിനിമകൾ ചെയ്യാനും നിങ്ങൾക്ക് അവസരങ്ങൾ വരും, യാതൊരു സംശയമില്ല, വന്നിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെയും ഈ നാടിനെ മറക്കരുത്, ഈ നാടിൻ്റെ സ്നേഹത്തെ മറക്കരുത്. അത് മറന്ന് നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിച്ച് ഇവിടെ തന്നെ വരേണ്ടവരാണെന്നൊന്നും തിരിച്ചറിഞ്ഞാൽ മതി. എല്ലാ നന്മകളും നേരുന്നു. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം, സർവ്വദൈവങ്ങളും, ഞാൻ ഒരു ദൈവത്തെക്കുറിച്ച് പറയാറില്ല, സർവ്വദൈവങ്ങളും നിങ്ങൾക്ക് എല്ലാ നന്മകളും തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നന്മകൾ പൂക്കുന്ന നാട്ടിൽ ഇത് നടക്കുന്നത്.